മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ പാചകം ചെയ്യാൻ കൊതിക്കുന്ന വിഭവങ്ങളുമായി എത്തുന്നു ടുഡേ ടേസ്റ്റ്. ക്രിസ്മസ് വിഭവമായി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോലിയാണ്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾ, തേങ്ങാപ്പാൽ. മീൻ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മുമ്പേ വെച്ചിരുന്നു. കരിമീനാണ് ഫിഷ് മോലിക്ക് ഏറ്റവും നല്ലത്. അന്ന് ഞാൻ കരിമീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് കത്തി കത്തിക്കാം. മീനല്ലേ, ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം ഇച്ചിരി ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളിയാണ് ടേസ്റ്റ്. സവോളയൊക്കെ എല്ലാവരും എളുപ്പത്തിന് എടുക്കും, പക്ഷേ മീൻ ടേസ്റ്റ് ചുവന്നുള്ളി തന്നെയാണ്. വാടിയാൽ മതി. ശകലം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾ പൊടി ഇടാം. എല്ലാം ഒന്ന് വാടിയാൽ മതി, മൂക്കൊന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ശകലം ഉപ്പിടുകയാണേ. ഇച്ചിരി വിനാഗിരി ഒഴിക്കുവാണേ. അതിന് ശേഷം നമുക്ക് മീനിടാം. കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. നമുക്ക് വെന്തതിന് ശേഷം തലപ്പാൽ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇത് വേകട്ടെ. ആ സമയത്ത് നമുക്ക് തലപ്പാലിൽ കടുക് പൊട്ടിച്ചൊഴിക്കാം. ഗ്യാസ് കത്തിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ്. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കരിയാപ്പില, നമുക്ക് തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ വലിയ തിളയൊന്നും ആവശ്യമില്ല. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം.
നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ഫിഷ് മോലി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഈ ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ.